എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാരം നടക്കുന്നത്. മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏഴര പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന ആ സ്വരമാധുര്യത്തിന് വിട നൽകുകയാണ്. തെന്നിന്ത്യയുടെ വാനമ്പാടിക്ക് വിട നൽകുന്നു നാട്. പൊതുദർശനത്തിനായി അവസാനം വരെ അത്രമാത്രം ആളുകൾ എത്തിയും. നേരത്തെ ശ്രീധരൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പലർക്കും അവസാനം ഒന്ന് കാണാൻ പോലും സാധിച്ചിട്ടില്ല. ഭാഷാതിർത്തികൾ എപ്പോഴും പാട്ടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പാട്ടിനൊരിക്കലും ഭാഷയില്ല. ഭാഷയ്ക്കപ്പുറത്തേക്ക് അത് ഏതു മനുഷ്യനും ഏത് ഭൂലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ പാട്ടിലൂടെ നമ്മുടെയൊക്കെയും ഹൃദയത്തിൽ സ്വാധീനിച്ച, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പല ദിനങ്ങളിലും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വരമാധുര്യത്തിന്, സ്വരചക്രവർത്തിനിക്ക് നാട് വിട നൽകുകയാണ്. മതപരമായിട്ടുള്ള ചടങ്ങുകളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൈസൂരുവിൽ. ആഗ്രഹപ്രകാരം തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ. അന്ത്യാഭിലാഷമായി പറഞ്ഞു വെച്ചതൊക്കെ തന്നെയാണ്. ആ തലത്തിലാണ് സംസ്കാര ചടങ്ങ് ഇപ്പോൾ നടക്കുന്നത്. പാട്ടിൻ മടിമേലെ എസ് ജാനകി മയങ്ങുകയാണ്. നേരത്തെ സുജാത സംസാരിക്കുമ്പോൾ പക്ഷേ അധിക വേദനയൊന്നുമില്ലാതെ നമുക്ക് ഈ മരണം എത്ര പേർക്ക് ഉൾക്കൊള്ളാനാകും, മരണം ഉൾക്കൊള്ളുന്നതിൽ നേരിട്ട് കണ്ടപ്പോഴാണ് ഉൾക്കൊള്ളാനായത് എന്നായിരുന്നു സുജാത പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വേദനയില്ലാതെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. 48,000 പാട്ടുകൾ സമ്മാനിച്ചുകൊണ്ട്, സംഭാവനയായി നൽകിക്കൊണ്ടാണ് എസ് ജാനകി എന്നുള്ള ഒരുപക്ഷെ ആ ഒരു കാലഘട്ടം, ജാനകി എന്ന് പറയുന്നത് ജാനകി അമ്മ എന്ന് മാത്രമാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. ഏതോ കാലഘട്ടത്തിൽ തുടങ്ങി അങ്ങനെ തന്നെ വിളിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ജാനകി അമ്മ കടന്നു പോകുന്നതാണ്. എല്ലാ പാട്ടുകളും അത് എപ്പോഴും ശബ്ദത്തിൽ നിറഞ്ഞു നിന്ന യുവത്വം, അല്ലെങ്കിൽ 40കളിൽ പാടിയ പാട്ടിനും 16കാരി പാടുന്നത് പോലെ നമ്മളെ തോന്നിപ്പിക്കുന്നു. അതാണ് ശബ്ദത്തിൻ്റെ പ്രത്യേകത. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മരണ വാർത്ത, വിയോഗ വാർത്ത നമ്മളെ തേടിയെത്തിയത്. ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. 88 വയസ്സാണ് പ്രായം. 4 തവണ ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ 30-അധികം സംസ്ഥാന പുരസ്കാരങ്ങൾ. എത്ര ഭാഷകളിൽ പാടിയെന്നുള്ളത്, അത്രമാത്രം ഭാഷകളിൽ പാടിയിട്ടുണ്ട്. ഓരോ ഭാഷക്കാരും ഞങ്ങളുടേതെന്ന് ഒരു പക്ഷേ വിചാരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ സ്വയം അഭിമാനം കൊള്ളുന്ന ഒരാൾ, അങ്ങനെ ഒരാളാണ് മൺമറയുന്നത്. പക്ഷെ പാടി വച്ചിട്ടുള്ള പാട്ടുകൾ അത്രയും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കലാകാരന്മാർ അവർ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലമുള്ളിടത്തോളം കാലം, മനുഷ്യനുള്ളിടത്തോളം കാലം എന്നുള്ളതാണ്. മതപരമായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ബഹുമതികളോടുകൂടിയാണ് സംസ്കാരം നടക്കുക.